നമസ്കാരം. നമ്മൾ ഇന്ന് ENTയിൽ യൂസ് ചെയ്യുന്ന നേസൽ എൻഡോസ്കോപ്പി എന്നൊരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക് നിങ്ങളെല്ലാം പരിചയപ്പെടുത്താനാണ് പോകുന്നത്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ ഒരു എൻഡോസ്കോപ്പി മൂക്കിന് ചെയ്യണമെന്ന്. എന്താണ് ഈ നേസൽ എൻഡോസ്കോപ്പി? മിക്കവർക്കും പേടിയും ഇതിന് വേദന ഉണ്ടാവുമോ, അനസ്തീഷ്യ വേണമെന്ന പല ചോദ്യങ്ങൾ നമ്മൾ ഡെയിലി OPയിൽ കേൾക്കുന്നുണ്ട്. നേസൽ എൻഡോസ്കോപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഇതാണ് ഒരു നേസൽ എൻഡോസ്കോപ്പി. ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി അല്ലെ സൈനോസ്കോപ്പി എന്നതിന് പറയും. ഇത് മൂക്കിൻ്റെ ഉള്ളിൽ പല രോഗലക്ഷണങ്ങളുള്ളപ്പം നമ്മൾ ആദ്യം ഹെഡ്ലൈറ്റ് വെച്ച് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ഉള്ളിലേക്ക്, അതായത് ഒരു 6-7 സെന്റിമീറ്റർ മൂക്കിന് നീളമുണ്ട്, ഉള്ളിലേക്ക് കാണാനായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ഇതിന് ഒരു നേസൽ എൻഡോസ്കോപ്പ് ഇതാണ്. അതിൻ്റെ കൂടെ ഒരു ക്യാമറയുണ്ട്, പിന്നെ ലൈറ്റ് സോഴ്സും ഉണ്ട്. ഇതാണ് ലൈറ്റ് സോഴ്സ്. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് രോഗിയുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കും. രോഗലക്ഷണങ്ങൾ, അതായത് നമ്മൾ സ്ഥിരമായിട്ട് അലർജി, കണ്ടിന്യൂസ്ലി മൂക്കിൽ തുമ്മൽ, ജലദോഷം, മൂക്കടപ്പ്, പിന്നെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നാൽ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും. അതുപോലെ തന്നെ ദശയുണ്ട്. കുട്ടികളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ അഡിനോയിഡ് എന്ന രോഗലക്ഷണം സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻഡോസ്കോപ്പി ചെയ്താൽ എക്സ്റേ ഒന്നും കൂടാതെ തന്നെ ഡയറക്റ്റ്ലി നമ്മുടെ മൂക്കിനകം കണ്ട് ദശയുണ്ടോ ഇല്ലയോ, ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് എന്തുകൊണ്ടാണ്, വേറെ എന്തെങ്കിലും ഇപ്പം സ്മെല്ല് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായ ഒരു പ്രൊസീജിയറാണ്. അധികം സമയമൊന്നും എടുക്കില്ല. വേറെ അനസ്തീഷ്യ ഒന്നും വേണ്ട. മൂക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഇടുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത അല്ലെങ്കിൽ തുമ്മൽ വരാം അല്ലേ, അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ ഒരു പഞ്ഞിയിൽ ലോക്കൽ അനസ്തെറ്റിക് മരുന്ന് വെച്ച് മൂക്കിനെ മരവിപ്പിച്ചിട്ടായിരിക്കും ചെയ്യുക. അത് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ട് ഈ ഒരു എൻഡോസ്കോപ്പ് മൂക്കിലിട്ട് നമ്മുടെ മൂക്കിൻ്റെ പല ഭാഗങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കപ്പോൾ നോക്കാം നേസൽ എൻഡോസ്കോപ്പി ആയിട്ടിരിക്കണം. ഇറ്റ്സ് നോട്ട് ഗോണ ഹേർട്ട്. വായി കൂടെ ശ്വാസം എടുക്കാം, തല അനക്കരുത്, ഒട്ടും വേദന ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടോട്ടെ വായിക്കൂടെ ശ്വാസം എടുത്ത് വായിക്കൂടെ പതുക്കെ നമ്മളിങ്ങനെ ട്യൂബിൽ ഇങ്ങനെ പോകും. ഇതിന് ആക്ച്വലി നല്ല പാരമ്പളമുണ്ട്, ദാറ്റ് ഇസ് വെരി സ്പേസ് കുറവാ. വായിക്കൂടെ ഇറ്റ്സ് നോട്ട് ഹേർട്ടിങ് അറ്റ് ഓൾ അല്ലേ. ദാറ്റ് ഇസ് അഡിനോയിഡ്. വായിക്കൂടെ ശ്വാസം എടുത്തേ മോനും, ഇനി മൂക്കിക്കൂടെ ശ്വാസം എടുത്തേ.